പറഞ്ഞപ്പോൾ ഒരു പടം വന്നിട്ടുണ്ട്. ഒരു ചെറിയ പടമാണ്. ഒരു ഹൈസ്റ്റ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഹൈസ്റ്റ് ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പിയാനോ ട്യൂണറായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. അവർക്ക് ചെവിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ലൗഡായിട്ടുള്ള നോയ്സ് ഒന്നും പറ്റില്ല. അത്രയും പ്രിസൈസ് ആയിട്ടുള്ള പിയാനോ ട്യൂണിങ് ചെയ്യുന്നൊരു പരിപാടിയാണ്. സോ ഇങ്ങനെയുള്ള ഒരുത്തൻ ഒരു ഹൈസ്റ്റിയറായിട്ട് ഇറങ്ങിത്തിരിക്കും. ഈ ലോക്കറൊക്കെ പൊട്ടിക്കും, അല്ലെങ്കിൽ ലോക്കറൊക്കെ തുറക്കും. ഇതിൻ്റെ ഈ ഒരു കഴിവ് വെച്ചിട്ട്, അതായത് ചെവി അത്രയും സെൻസിറ്റീവ് ആണ്. സോ കുഞ്ഞ് സൗണ്ടൊക്കെ ആൾക്ക് കേൾക്കാൻ പറ്റും. സോ ഈ ലോക്കറിൽ ഇത് തിരിക്കുന്നുള്ള കുഞ്ഞ് സൗണ്ടുകളൊക്കെ ഉണ്ടാവില്ല. ഇതൊക്കെ വെച്ചിട്ട് ഒരു ഹൈസ്റ്റിന് ഇറങ്ങുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നൊരു പടമാണ്. ഒരു ചെറിയ പടം, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. വേറെ ലെവൽ സംഭവമായിട്ടൊന്നും തോന്നിയില്ല, പക്ഷേ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റായിട്ട് തോന്നി. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ എക്സെപ്ഷണലാണ്. ഇതിൻ്റെ ഒരു മേക്കിംഗ് വേറെ ലെവലാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ അടിപൊളിയാണ്. ക്വിക്ക് കട്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവർ മറ്റേ എന്താ പറയുക, ഈ സിങ്ക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതിന് എഡിറ്റിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് ആഹാ നല്ല രസം, അങ്ങനെ അങ്ങനെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ നല്ല പണിയെടുത്തിട്ടുണ്ടാവും എഡിറ്റർ. പോരാത്തതിന് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഈ ഈ ഒരു ക്ലിങ് സൗണ്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സാധനമൊക്കെയാണ്. നിങ്ങൾ നല്ല പ്രോപ്പറായിട്ടുള്ള ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ വെറുതെ കാഷ്വലായിട്ട് ഈ സാധനം കാണരുത്. കാണുമ്പോൾ തന്നെ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള, അധികാരം അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഈ മൈന്യൂട്ട് സൗണ്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു 1.5 മണിക്കൂറെന്തേ ഉള്ളൂ. സോ അതൊക്കെ വെച്ച് നോക്കുക. അങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരിക്കും ഇത് കാണാൻ. പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു ക്യാമറ ആംഗിളുകളും ഈ ലോക്കറിൻ്റെ അകത്തുള്ള സാധനങ്ങളും അങ്ങനത്തെ ഭയങ്കര സൂമിൻഡായിട്ട് അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സൗണ്ട്സൊക്കെ നല്ല പിച്ച് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേൾക്കുകയും ചെയ്യും. നല്ല 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 രസമാണ് അത് കേൾക്കാൻ. അത്രയും മൈന്യൂട്ടായിട്ടുള്ള, അത്രയും അതിൻ്റെ ഇടയിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഇങ്ങനെ ഭയങ്കര അഡ്രിനലിൻ പമ്പായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് ഈ ഒരു ഹൈസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ആൻഡ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ കുറച്ച് ഫ്ലാറ്റാണ്. അത് ഫ്ലാറ്റ് മീൻസ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നീങ്ങുക. സോ അതൊരു വലിയ ട്വിസ്റ്റും ടേണുകളൊന്നുമില്ല. നമ്മൾ കുറേ കാലമായിട്ട് കേട്ട് പോയിട്ടുള്ള കഥകൾ തന്നെയാണ്. പക്ഷേ ഈ മേക്കിംഗ് കുറച്ച് പാറ്റേൺ നല്ല രസമുണ്ട്. ആൻഡ് ഈ ഒരു ക്യാരക്ടറും കുറച്ച് രസമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലവ് സ്റ്റോറിയും പാരലായിട്ട് പോകുന്നുണ്ട്. ഒരു ജസ്റ്റ് പിന്നെ ഒരു മെൻഡർ പോലത്തെ ഒരു ക്യാരക്ടറുണ്ട്. അങ്ങനെ 2-3 കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അവർ ഇഷ്ടമാവും. അവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ പ്രോപ്പറായിട്ട് നമുക്ക് വർക്കാവും. അങ്ങനെ ഒരുപാട് വലിപ്പിച്ച് ക്രിഞ്ചടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒരേ ഒരു ലവ് ട്രാക്കൊക്കെ നമ്മുടെ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു പാട്ടിൽ അങ്ങനത്തെ അധികം ഹോളിവുഡ് പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒരൊറ്റ പാട്ട് സീനിൽ ഒരു പരിപാടി തീർക്കും. സോ വളരെ മിനിമൽ ടൈമും കൊണ്ട് കാണിക്കുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹൈസ്റ്റ് ത്രില്ലറാണ്. ഒരു ഹൈസ്റ്റ് ഡ്രാമയാണ്. ത്രില്ലറൊന്നുമല്ല, അങ്ങനെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് സാധനങ്ങളൊന്നുമല്ല, മെല്ലെ പോകുന്നൊരു സാധനമാണ്. പക്ഷെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പടമായിട്ട് എനിക്ക് തോന്നി. ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്നൊരു ഐറ്റം. ട്യൂണർ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. ഇവിടുത്തെ OTT പ്ലാറ്റ്ഫോമിലൊന്നുമില്ല. ഈ സാധനം ഡിജിറ്റലി അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.